ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഷാമികേനെ സ്കൂളിൽ കൊണ്ടാക്കുവാണേ. അപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിക്കും പോകുന്ന വഴിക്കും ഒക്കെ കണ്ട ചെറിയ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാരെല്ലാം അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നമ്മുടെ കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 9:10 കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ 9:30 ആകുമ്പോൾ ക്ലാസ് തുടങ്ങും. അപ്പം മഴ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായത്, ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. അപ്പം റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് ഷാമിക പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോവാം കേട്ടോ. അപ്പം വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെ എൻ്റെ പുറകെ കേട്ടോ നടന്ന് വരുന്നത്. ഞാൻ വേഗം നടക്കുവാണേ. അപ്പം ഞങ്ങളങ്ങനെ നടന്ന് റോഡിലേക്ക് ഇങ്ങനെ എത്തി. അപ്പോഴേക്കും എന്തൊക്കെയോ എൻ്റെ അടുത്ത് ഭയങ്കര വർത്താനാട്ടോ. അവിടുന്ന് പൂവൊക്കെ പറിച്ചിട്ടാണ് വന്നത്. ആദ്യം കണ്ടില്ലായിരുന്നോ? അവിടുന്ന് പൂവൊക്കെ പറിച്ച് ആളുടെ കയ്യിലിരിപ്പുണ്ടേ. അപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് റോഡിലെല്ലാം ഭയങ്കര വെള്ളമാണ്, നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഓടയാണ് ഇത്. അപ്പോൾ ഓടയ്ക്കകത്തെല്ലാം ഫുള്ള് വെള്ളവും ഒക്കെയാണ്. മഴയില്ലാത്ത സമയത്ത് അവിടെ വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് വറ്റി കയറേണ്ട ഓട ഇപ്പോൾ നിറയെ വെള്ളമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് പതുക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക. മഴയില്ലെങ്കിൽ നമുക്ക് റോഡിൽ കൂടെ നടക്കാൻ നല്ല സുഖമാണ്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് റോഡിൽ കൂടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലെല്ലാം വെള്ളവും എല്ലാം കയറി, പിന്നെ നമ്മുടെ ദേഹത്തും വെള്ളമാകും. ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ മഴയത്ത് റോഡിൽ കൂടെ നടക്കാൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാമികയുടെ റെയിൻകോട്ട് ഊരി കേട്ടോ. ചാറ്റമഴയൊക്കെ പോയി. പിന്നെ ഞങ്ങൾ നടന്ന് നമ്മുടെ ഒരു ചെറിയ പാർക്കാണ് കേട്ടോ. ഇപ്പോൾ അവിടെ വെള്ളമൊക്കെ കയറുകൊണ്ട് ഇപ്പോൾ കളിക്കാൻ ആരും വരുന്നില്ല. അല്ലെങ്കിൽ ചില സമയത്ത് ഞങ്ങളവിടെ പോയിരുന്ന് കളിക്കാറൊക്കെയുണ്ട് വൈകുന്നേര സമയങ്ങളിൽ. കണ്ടില്ലേ, പാർക്ക് ഒരു ചെറിയ പാർക്കാണ് കേട്ടോ. ഇങ്ങനെ അവിടെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുക, ഒരു കമ്പിയിട്ട് മറച്ച് വെച്ചേക്കുക. പിന്നെ റോട്ടിലെല്ലാം പശുവിൻ്റെ ചാണകമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല, നടക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ തന്നെ മഴയത്ത് നമുക്ക് റോഡിൽ കൂടെ നടക്കാൻ വയ്യ. അപ്പോൾ പശുവിൻ്റെ ചാണകവും കൂടെ ഫുൾ ചാണകം കേട്ടോ. നല്ലൊരു ചെടിയല്ലോ, ഒരു ഇലച്ചെടി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്കൂളിലെത്തി കേട്ടോ. സ്കൂളിലേക്ക് പോവുകയാണേ. ക്ലാസ്സിൽ കയറാൻ വേണ്ടി പോവുക. അപ്പോൾ ഞാൻ അപ്പുറത്ത് വന്ന് വാട്ടർ ബോട്ടിലൊക്കെ കൊടുക്കുക. അത് അവരുടെ നോക്കുന്ന കേട്ടോ, ആൻറ്റിയാണേ. അപ്പം ആ പുള്ളിക്കാരിയാണ് ബാഗൊക്കെ മേടിച്ച് ക്ലാസ്സിലേക്ക് കയറ്റി വിടുന്നത്. അപ്പം ടാറ്റയൊക്കെ തന്ന് ബാഗൊക്കെ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോന്നു കേട്ടോ. അപ്പം ഞാൻ തിരിച്ച് പോകുന്ന വഴിക്ക് കണ്ട ചെറിയ കാഴ്ചകളൊക്കെ കാണിക്കാം. കുറച്ച് പ്രാവുകൾക്ക് വീടിൻ്റെ മുമ്പിൽ തീറ്റ വെച്ച് കൊടുക്കുവാണേ. ചോറാണെന്ന് തോന്നുന്നു വെച്ച് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ കാഴ്ച കാണാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഇങ്ങ് മാറി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ പശുക്കൾക്ക് സ്ഥിരമായിട്ടൊരു ചേട്ടൻ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും, കടയിൽ നിന്ന് പഴം വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് പശുക്കൾക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പാത്രത്തിനകത്ത് ആ പശുക്കൾക്ക് കൊടുക്കാൻ തന്നെ പാത്രം ആ ചേട്ടൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് പുള്ളിയുടെ പശുവൊന്നും അല്ല, റോഡിൽ കൂടെ നടക്കുന്ന പശു കേട്ടോ. അപ്പോൾ സ്ഥിരം ആ ചേട്ടൻ എന്നും രാവിലെ ഈ സമയത്ത് വന്നു കഴിയുമ്പോൾ പുള്ളി പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നത് നമുക്ക് കാണാം. അങ്ങ് അകലേന്ന് ആ ചേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ പ്രാവുകൾക്ക് തീറ്റ കൊടുത്ത വീട് ആ ചേട്ടൻ്റെ വീട്ടിലെ പ്രാവുകൾ, ആ ചേട്ടൻ്റെ വീട്ടിലെ പ്രാവല്ല, ആ ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ആ പ്രാവുകൾക്കും തീറ്റ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമ്മുടെ കുഞ്ഞു കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ കുഞ്ഞു വീഡിയോ. താങ്ക്